ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38-ാമത് തിരുവചനം. കൊടുപ്പീനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു വലിയ അളവ് നിങ്ങൾക്ക് മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളക്കുമെന്ന് കർത്താവ് ഓർപ്പിച്ചിട്ട് ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ കൊടുക്കുന്നവരായി മാറുക. ആർക്ക് കൊടുക്കണം, എന്തു കൊടുക്കണം? ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മയിൽ അതിൽ നിന്ന് മറ്റൊരുവൻ്റെ കണ്ണുനീരൊപ്പുവാൻ, മറ്റൊരുവനെ സഹായിക്കുവാൻ, മറ്റൊരുവൻ്റെ വേദനയിൽ ആശ്വാസമാകുവാനാകുന്നുവെങ്കിൽ നിശ്ചയമായി ദൈവപ്രസാദം പ്രാപിക്കുന്നവരായി മാറാൻ കഴിയും. നാം മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ മറ്റൊരുവൻ്റെ വേദനയോ കണ്ണുനീരോ ഒപ്പുവാൻ, ആശ്വസിപ്പിക്കുവാൻ നാം നീട്ടുന്ന നമ്മുടെ നന്മയുടെ കരം നിശ്ചയമായി നമുക്കും നമ്മുടെ തലമുറകൾക്കും അനുഗ്രഹമായി മാറ്റുവാൻ സർവശക്തൻ്റെ കരം പ്രവർത്തിക്കുമെങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുത്താൽ എത്രയധികം തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കണം. നാം അധിവസിക്കുന്ന ചുറ്റുപാടിൽ ഏറിയ പങ്കും വാങ്ങിക്കുന്നവർ ആനന്ദം കൊള്ളുന്നവരാണെങ്കിൽ കൊടുക്കുന്നതിൽ സന്തോഷമുള്ളവരും സംതൃപ്തി അടയുന്നവരുമായി മാറുവാൻ കർത്താവ് ഓർപ്പിക്കുകയാണ്. തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ അബ്രഹാമിനോട് നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് യാഗമർപ്പിക്കാൻ പറഞ്ഞ കർത്താവിന് തൻ്റെ മകനെ യാഗമർപ്പിച്ചതിലൂടെ അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് പേര് കരസ്ഥമാക്കുവാനും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽത്തരയിലെ മണൽത്തരികൾ പോലെ തലമുറകളെ നൽകി അബ്രഹാമിനെ ആദരിച്ചെങ്കിൽ നമുക്കറിയാം, യേശു കർത്താവ് പറഞ്ഞു, മരുഭൂമിയിലായിരിക്കുന്ന പുരുഷാരത്തിന് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് ശിഷ്യന്മാരോട് പറയുമ്പോൾ അവരതിന് വഴികൾ തിരയുമ്പോൾ അവിടെ ഒരു ബാലകൻ്റെ കയ്യിലിരുന്ന 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കരത്തിൽ കൊടുത്തപ്പോൾ അത് വർധനവ് മാത്രമല്ല സംതൃപ്തിയുടെ പര്യായമായി മാറിയെങ്കിൽ യേശുവിന് നിങ്ങളെ കൊടുത്താൽ, നിങ്ങളുടെ നന്മയെ കൊടുത്താൽ, നിങ്ങൾക്കുള്ളത് കൊടുത്താൽ നിശ്ചയമായി സംതൃപ്തിയുടെ അനുഗ്രഹത്തിൻ്റെ നാളുകളിൽ കഴിയാൻ ദൈവം നമ്മെ ഇടയാക്കുമെങ്കിൽ നമുക്കറിയാം, ക്ഷാമകാലത്ത് സാറാഫാത്തിലെ വിധവ പ്രവാചകൻ്റെ അടുക്കൽ പ്രവാചകനോട് പ്രവാചകൻ ചോദിച്ചത് നൽകുവാൻ തയ്യാറായപ്പോൾ തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ അടയായ ആ അട ക്ഷാമകാലം തീരുമ്പോഴേയും തങ്ങളെ പോറ്റുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സമൃദ്ധി അനുഭവിപ്പാനിടയായെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങൾ ദൈവത്തിനും ദൈവനാമത്തിനും കൊടുത്താൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരികയില്ല, ക്ഷാമം വരികയില്ല. മറിച്ച് നിങ്ങൾ അനുഗ്രഹീതരാകുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ നന്മ ചെയ്യുന്നതിൽ ഉത്സാഹിക്കുന്നവരായി മാറാം, കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായി മാറാം. കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മെ നിശ്ചയമായി മാനിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തെ ഓർക്കുമ്പോൾ നന്മ പ്രാപിപ്പാനായി കൊടുക്കരുത്, മറിച്ച് മറ്റൊരുവൻ്റെ ആശ്വാസത്തിന് വേണ്ടി, മറ്റൊരുവൻ്റെ നന്മയ്ക്ക് വേണ്ടി കാരണഭൂതന്മാരാകുന്നുവെങ്കിൽ നിശ്ചയമായി നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിച്ച് മാനിക്കും. നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകാതെ ഉത്സാഹികളായി മാറുക. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.